അബ്രഹാം ഐസക്കിനെ ജനിപ്പിച്ചു, ഐസക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. അങ്ങനെ പോവാ തലമുറയല്ല. നമുക്ക് ബൈബിളിൽ കാണാം, മനുഷ്യ തലമുറ കാണാം. ശ്രദ്ധിക്കുക, സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവെ ജനിപ്പിച്ചു. ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ ജനിപ്പിച്ചു. പുതിയ തലമുറയാ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇത് കാണാം. ഇന്നാളെ ജനിപ്പിച്ചു, ഇന്നാളെ ജനിപ്പിച്ചു. ഇതൊക്കെ പഴയതാ. ഇതിനൊക്കെ ദൈവം നീക്കം ചെയ്യുകയാ. എന്നിട്ട് ദൈവം പുതിയതിനെ കൊണ്ടുവരികയാണ്. അത്യുന്നതനായ സ്വർഗത്തിലെ അപ്പൻ ക്രിസ്തുവെ ജനിപ്പിച്ചു. ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ ജനിപ്പിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ദൈവത്തിന്റെ ഒരു കുടുംബമായി ഒരുമിച്ച് ജീവിക്കാൻ പോവുക. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് സുവിശേഷം. ക്രിസ്തുവിൽ നാം ദൈവവുമായി ഒന്നായി ഒരു കുടുംബമായി തീർന്നു. ഇതാണ് യേശു ക്രിസ്തു എപ്പോഴും പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്, ഒരു കുടുംബമാണ്. നിങ്ങളല്ല, പക്ഷേ നിങ്ങളും ഞങ്ങളുമായി ഒരു കുടുംബം ആയി തീരണം, ഒന്നായി തീരണം. ഇനി യേശു ക്രിസ്തു പലവട്ടം പറയുകയാണ്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം, ഒരു കുടുംബമായി തീരണം. അത് മിണ്ടാതിരിക്കരുത്, അത് പറയണം. കാരണം നമ്മുടെ പുതിയതെന്ന് പറയുന്നത് മനുഷ്യന്റെ തലമുറയല്ല, അതിനൊക്കെ ദൈവം നീക്കം ചെയ്യുകയാണ്. പുതിയതെന്ന് പറയുന്നത് ദൈവത്തിന്റെ തലമുറയാണ്, ക്രൈസ്റ്റ് ജനറേഷൻ ആണ്. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവെ ജനിപ്പിച്ചു. ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ ജനിപ്പിച്ചു. അങ്ങനെ ക്രിസ്തു നമുക്ക് നിത്യപിതാവാണ്. ക്രിസ്തുവിന്റെ പിതാവായ അത്യുന്നതനായ ദൈവം ക്രിസ്തുവിനും നമുക്കും സ്വർഗസ്ഥ പിതാവാണ്, ഒരേ ഒരു പിതാവാണ്.